ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ഫാമിലീസിലെ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖം തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഫേസ് പാക്ക് വീഡിയോ ആണ്. ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞു പോകുന്നില്ല. എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഫേസ് പാക്കാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്കിൻ്റെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ചുവന്ന പരിപ്പാണ് കേട്ടോ. ചുവന്ന പരിപ്പാണ്, കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ചുവന്ന പരിപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ കറിക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പരിപ്പാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ചുവന്ന പരിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഞാനത് കുറച്ച് ഇവിടെ ഇങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് അത് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കേട്ടോ, ഇതാ ചുവന്ന പരിപ്പ് ഞാനിങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ നല്ല നൈസാക്കി പൊടിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഞാനതിങ്ങനെ പൊടിച്ചു വെച്ചിട്ടുണ്ട്. അത് മാത്രമായിട്ട് പൊടിച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ്. ഓക്കെ, ജസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് സ്ക്രബാണ്. സ്ക്രബിനായിട്ട് ഞാനിതേപോലെ ചുവന്ന പരിപ്പ് ഒരു 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, ഇത് മിക്സ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 1 സ്പൂണ് ചുവന്ന പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇത് മിക്സ് ചെയ്യാനായിട്ടുള്ള പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ പാൽ ഇത് അവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാല് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന്. ഇനി നമുക്ക് പാൽ അത്യാവശ്യത്തിനില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കുറച്ച് റോസ് വാട്ടർ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് കൈ കൊണ്ട് തന്നെയാണ് പേസ്റ്റ് പോലെ ആക്കുന്നത് കേട്ടോ. കൈ തന്നെയാണ് വെച്ചിട്ട് ചെയ്യുന്നത്. എന്നിട്ട് നല്ല രീതിക്ക് നമ്മൾ നന്നായിട്ടൊന്ന് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പെട്ടെന്ന് തന്നെ അതായിട്ട് വരും കേട്ടോ. കണ്ടോ, പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് വരും. അധികം മിക്സ് ചെയ്യാനൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മളിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10-20 മിനിറ്റ് ഫേസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. ഓക്കെ, സാധാ വെള്ളത്തിൽ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. വെറും 2 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫേസ് പാക്കിന്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് സ്ക്രബാണ്. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ജസ്റ്റ് ഞാനൊന്ന് ചെയ്ത് കൊടുക്കുകയാണ്. പൊട്ട് ഞാൻ ഇവിടുന്ന് ഒഴിവാക്കുകയാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ജസ്റ്റ് നമ്മളൊന്ന് നല്ല മാറ്റം ഉണ്ടാവും. നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കിട്ടാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഈ ഒരു ചുവന്ന പരിപ്പ്. മാത്രമല്ല നമ്മുടെ എന്താ പറയുക, ഫേസിലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും അതുപോലെ ഫേസ് നല്ല ബ്രൈറ്റൻ ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാക്കാണ് ഈ ഒരു പാക്ക് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ക്രബ് മാത്രമായിട്ട് ചെയ്യാം കേട്ടോ. രാവിലെ തന്നെ എണീറ്റ പാട് നമുക്കിങ്ങനെ സ്ക്രബ് മാത്രമായിട്ട് ചെയ്യാം. ഇനി നിങ്ങൾക്ക് പാലില്ല എങ്കിൽ ജസ്റ്റ് റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക. അതല്ല, പാല് കൂട്ടിയിട്ട് ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഡ്രൈ സ്കിന്നുകാരൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ എന്നെ പോലെ ഡ്രൈ സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്കിന്ന് നന്നായിട്ടൊന്ന് ഗ്ലോ ആവാനായിട്ടും അതുപോലെ ഒന്നൊന്ന് ബ്രൈറ്റൻ ആവാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്ക് നന്നായിട്ട് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പാക്കാണിത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ജസ്റ്റ് ഒരു മസാജൊക്കെ കൊടുക്കാം കേട്ടോ. നമുക്ക് സോഫ്റ്റായിട്ടൊരു മസാജൊക്കെ കൊടുക്കാം. ഇത് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കുമ്പം സോഫ്റ്റായിട്ടൊരു മസാജൊക്കെ കൊടുക്കുക. നെക്കിൽ അപ്ലൈ ചെയ്യേണ്ടവർക്ക് നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നെക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. ഞാനിപ്പം ഫേസിൽ മാത്രമാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു 2 സ്റ്റെപ്പ് ഫേസ് പാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്കിന്നൊന്ന് ബ്രൈറ്റൻ ആവും. മൊത്തത്തിൽ ഒരു ബ്രൈറ്റൻ ലുക്ക് നമുക്ക് കിട്ടും നമ്മുടെ സ്കിന്നിന്. ഓക്കെ, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക കേട്ടോ.
പിന്നെ ചുവന്ന പരിപ്പിൽ ഒരുപാട് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഫ്രീ റാഡിക്കലുകൾ മൂലമുള്ള കോശങ്ങളുടെ കേടുപാടുകൾ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ഇവയിൽ അടങ്ങിയ പോഷകങ്ങൾ ചർമ്മത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ട് നല്ലതാണ് ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുന്നത്. അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ രീതിക്കൊന്ന് സ്ക്രബ് ചെയ്തിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിതിനി വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ട് ഫേസ് എന്നുള്ളത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഫേസ് ഉണങ്ങിയിട്ടുണ്ട്. ചെറിയ രീതിക്കൂടെ അവിടെ ആയിട്ട് ഉണങ്ങി കിട്ടാനുണ്ട്. കുഴപ്പമില്ല, 20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഔട്ട് ചെയ്ത് വരാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാ ഫേസ് ഞാൻ വാഷ് ചെയ്ത് വന്നതാണ്. സ്കിന്ന് നന്നായിട്ടൊന്ന് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പാണ് ഫേസ് പാക്ക്. ഈ 2 സ്റ്റെപ്പ് മതി നമ്മുടെ ഫേസ് നല്ല ക്ലിയർ ആൻഡ് ബ്രൈറ്റൻ ആവാനായിട്ട്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഈ ഒരു ആദ്യം യൂസ് ചെയ്ത പാക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ പാലും അതുപോലെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് പാക്കാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇച്ചിരി ഹണി എടുക്കുകയാണ്. 1 സ്പൂൺ ഹണിയാണ്. ഓക്കെ, 1 സ്പൂൺ ഹണി ഞാൻ എടുത്തിട്ടുണ്ട്. ചൂട് കുറഞ്ഞു പോയി. ഓക്കെ, ഇച്ചിരി മതി, ഇത്ര മതി. ഓക്കെ, 1 സ്പൂൺ ഹണി ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ 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 എന്ന് പറഞ്ഞ് ശീലമായി പോയിട്ടോ. ഇടയ്ക്ക് അതാണ് ഓക്കെ ഓക്കെ എന്ന് വരുന്നത്. അപ്പോൾ ഈ 1 സ്പൂൺ ഹണി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത പാക്ക് തന്നെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതന്നെ മതി നമുക്ക് പാക്കാക്കിയിട്ട് കൊടുക്കാനും. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. ഓക്കെ, കണ്ടില്ലേ നേരത്തെ ഓക്കെ വന്നു, അതേപോലെ ഇപ്പോഴും ഓക്കെ വന്നു. അതിങ്ങനെ ഇടയ്ക്ക് അങ്ങ് ശീലമായിപ്പോയി. ഇച്ചിരി മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇച്ചിരിയാണ്. ഓക്കെ, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടോ. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം, നല്ലോണം മിക്സ് ചെയ്യണം. എന്നിട്ട് വേണം ഇത് പാക്കാക്കി ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ വണ്ടിയൊക്കെ പോകണ ഒച്ച ഉണ്ടാവും കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് ഇങ്ങനെ റോഡ്, അതുകൊണ്ട് ഒച്ച ഉണ്ടാവും. ഓക്കെ, അപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാക്കാക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ഈ ഒരു പാക്കാക്കി ഇട്ട് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള കറുവാളിപ്പ് മാറാനായിട്ടും അതുപോലെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ എന്നാൽ നമുക്കിത് ഇനി അപ്ലൈ ചെയ്ത് കൊടുക്കാം. പുരാതന കാലം മുതലേ മഞ്ഞൾ സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മഞ്ഞളിൽ കാണപ്പെടുന്ന കുർക്കുമിൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻറ്റ് എന്നിവ ചർമ്മത്തിൻ്റെ നിറം വർദ്ധിപ്പിക്കാനും മുഖക്കുരു വരാതിരിക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. മുഖക്കുരു കാരണമുണ്ടാകുന്ന കറുത്ത പാടുകൾ നീക്കം ചെയ്യാനായിട്ടും നന്നായിട്ട് മഞ്ഞൾ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മുടെ മുഖം നല്ല തിളക്കമാർന്നതാക്കി തരാൻ മഞ്ഞളിന് കഴിയും. പിന്നെയുള്ളത് ചുവന്ന പരിപ്പും പാലും. ഇത് നല്ലൊരു എക്സോളിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ചർമ്മത്തിലെ നിർജീവ കോശങ്ങളെ എളുപ്പത്തിൽ നീക്കം ചെയ്തുകൊണ്ട് ചർമ്മം നല്ല തിളക്കമുള്ളതാക്കി തീർക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ തേൻ, ഹണി എന്ന് പറയുന്നത് ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളാൽ നിറഞ്ഞിട്ടുള്ള ഒന്നാണ്. ഇത് നമ്മുടെ ചർമ്മത്തെ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് ചർമ്മം നല്ല നനവുള്ളതാക്കി തീർക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഹണി. ഒരുപാട് ഫേസ് പാക്കുകളിൽ നമ്മൾ ഹണി ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഡ്രൈ സ്കിന്നുകാർക്ക് നന്നായിട്ട് വർക്കാവുന്ന ഒന്നാണ് ഹണി കേട്ടോ. അപ്പോൾ ഇതാ ഫേസ് ഞാൻ വാഷ് ചെയ്ത് വന്നിരിക്കുകയാണ്. സാധാ വെള്ളത്തിൽ തന്നെ വാഷ് ഔട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പുള്ള എൻ്റെ ഫേസും ഇപ്പോൾ ഉള്ള എൻ്റെ ഫേസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ലൈവ് റിസൾട്ടാണ് ഞാൻ ഈ കാണിച്ചു തരുന്നത്. പിന്നെ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള ഒരു ഫേസ് പാക്കാണ്. എനിക്ക് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു പാക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രകൃതിയിൽ നിന്നുള്ള സൗണ്ടുകളൊക്കെ കേൾക്കാം കേട്ടോ. കാക്കകളുടെയും കിളികളുടെയും ഒക്കെ സൗണ്ട് കേൾക്കാം. പിന്നെ വണ്ടികളുണ്ടെങ്കിൽ വണ്ടികൾ പോണ സൗണ്ട് കേൾക്കാം.
ഒക്കെ ഞാൻ ഈ ജനവാതിലിൻ്റെ ഒക്കെ അടുത്തുനിന്നാണ് വീഡിയോ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ആ ഒരു സൗണ്ട്, അത്തരം സൗണ്ടുകളൊക്കെ നിങ്ങൾ കേൾക്കണത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ പാക്ക് എന്ന് പറയാനായിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു പാക്ക് എന്തിനാണെന്ന് വെച്ചാൽ, ഈ ഒരു പാക്ക് നമ്മൾ എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ റിമൂവ് ആയിട്ട് കിട്ടാനായിട്ടും പിന്നെ ഫേസിലുള്ള കരുവാളിപ്പ് മാറ്റിയെടുക്കാനായിട്ടും വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത്. പിന്നെ നിങ്ങളുടെ ഫേസിൽ കറുത്ത കുത്തുകളൊക്കെ ഉണ്ടാവില്ലേ, അത്തരം കുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ, ഡോട്ട്സൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണിത്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ഇവിടെ മോയ്സ്ചറൈസർ ഒന്നും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. വേണമെന്നുള്ളവർക്ക് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അവരവർക്ക് പറ്റിയിട്ടുള്ള മോയ്സ്ചറൈസർ വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഫംഗ്ഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നാളെയാണ് നിങ്ങൾക്ക് ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ആയാൽ അല്ലെങ്കിൽ ഇന്ന് രാത്രിയോ നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഒരു പൊടിക്കൊന്ന് ബ്രൈറ്റൻ ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.